വേൾഡ് ഡയബറ്റീസ് ഡേ ആണ് നവംബർ 14. അപ്പം നമുക്ക് പ്രായമാകുമ്പോൾ മാത്രമല്ല ഷുഗർ വരുന്ന, ഏത് പ്രായത്തിൽ ഷുഗർ വരാന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് ഈ വർഷത്തെ വേൾഡ് ഡയബറ്റീസ് ഡേ നിങ്ങളോട് പറയുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ പോയി ഷുഗർ നോക്കിയതാണ്. ഇപ്പൊ മോർ ദാൻ 200 ആണ്. നിങ്ങൾക്ക് അധിക ദാഹമുണ്ട്, അധിക വിശപ്പുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകണം തോന്നുന്നു, കൂടുതൽ മൂത്രമുണ്ടോ, ഇങ്ങനെയാണെങ്കിലും ഡയബറ്റീസ് എന്ന് പറയും. അപ്പൊ നമ്മള് വെറും വയറ്റില് ഷുഗർ ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ച 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ നോക്കാം. ഇതിൽ നമുക്ക് 3 മാസം ഒരു ആവറേജ് ടെസ്റ്റ് ഉണ്ട്, HbA1c. ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയും ഫുഡ് ഹാബിറ്റ്സും തന്നെയാണ്. എനിക്ക് ഷുഗർ ഉണ്ട് ഡോക്ടറെ, പക്ഷെ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, ഡയറ്റിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഡയറ്റില് ഡയബറ്റീസ് എന്നൊരു ലേബൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റിൽ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടി ഇല്ല. അപ്പൊ നമ്മള് ഡയറ്റും എക്സസൈസും മാത്രം വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഷുഗർ ഉണ്ട്. അതിനാണ് പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. പ്രീ ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് എക്സസൈസും ഡയറ്റും മാത്രം ക്രമീകരിച്ചുകൊണ്ട് മാത്രം ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ വേർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. അത് നമുക്ക് നടക്കുന്നതാവാം. നടക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ നടന്നാൽ പോരാ, ഒരു 100 സ്റ്റെപ്പ് പെർ മിനിറ്റ് വരുന്ന സ്പീഡിൽ വേണം നടക്കാൻ. ചോറ് കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ചോറ് ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫുഡായിട്ട് കഴിക്കാൻ പാടില്ല. അതായത് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 1/6 ഭാഗേ ചോറ് കാണാൻ പാടുള്ളൂ. ചോറല്ലാതെ ഇപ്പൊ ഏത് അരിഭക്ഷണമാണെങ്കിലും വിശപ്പ് മാറ്റാൻ ഫൈബർ അടങ്ങുന്ന ഇലക്കറികൾ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കാം, ആപ്പിൾ കഴിക്കാം, പേരയ്ക്ക കഴിക്കാം. അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത് കഴിക്കാം. വാഴപ്പഴം, ചക്കപ്പഴം ഇതൊന്നും അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഫ്രൂട്ട്സ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് അടുത്തുള്ള ഒരു ഇത്. നമ്മൾ വയറ് നിറച്ച് ചോറ് കഴിച്ചിട്ട് അതിന്റെ ഉടനെ ഒരു ആപ്പിൾ എടുത്ത് കഴിക്കണം എന്നല്ല പറയുന്നത്. ഒരു 11 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ ഒക്കെ ആയിട്ട് ഡയബറ്റീസ് ഉള്ളവർ മെയിനായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇതാണ് പ്രോട്ടീൻ. ചെറുപയറ്, വൻപയറ്, അങ്ങനെ പയറ് വർഗ്ഗങ്ങളിൽ നിന്നും കടല, പരിപ്പ് ഇങ്ങനത്തെ ഉള്ളതെന്നൊക്കെ കിട്ടും. പിന്നെ ചിക്കൻ, മീന്, അതേപോലെ ഷുഗർ ഉള്ളവർ ചോദിക്കും ഞങ്ങൾക്ക് ചിക്കനും മീനൊന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാം കഴിക്കാം, ചിക്കൻ, മീൻ, മുട്ട ഇതെല്ലാം കഴിക്കാം. ഓയിലിന്റെ അളവ് കുറയ്ക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് അത് കണ്ണിനെ ബാധിച്ചിട്ടുണ്ടോ കിഡ്നിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്തിരിക്കണം. അപ്പം ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരു കണ്ണിന്റെ ഡോക്ടറെ കണ്ട് കണ്ണിന്റെ ഞരമ്പും ഒക്കെ ഒന്ന് നോക്കിയിരിക്കണം. അതേപോലെ കിഡ്നിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഡോക്ടർ പറയുന്ന അനുസരിച്ചുള്ള ടെസ്റ്റുകൾ. മൊത്തത്തിൽ പ്രോട്ടീൻ പോകുന്നതാണ്, അല്ലാതെ ക്രിയാറ്റിൻ കൂടുന്നതല്ല ആദ്യത്തെ കിഡ്നിനെ ബാധിക്കുന്നതിന്റെ ലക്ഷണം. അപ്പൊ സിമ്പിൾ നമുക്ക് ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കിഡ്നിനെ ബാധിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഡയബറ്റീസ് മാനേജ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ കൂടെയുള്ള അസുഖങ്ങൾ കൂടി മാനേജ് ചെയ്താലേ നമുക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന്റെ കൂടെ പ്രഷർ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണം. സാധാരണ ഒരാൾക്ക് പ്രഷറിന് മരുന്ന് തുടങ്ങുന്നതിന്റെയോ അല്ലെങ്കിൽ കൊളസ്ട്രോളിന് മരുന്ന് തുടങ്ങുന്നതിന്റെയോ റേഞ്ചിലല്ല നമ്മൾ ഷുഗർ പേഷ്യൻസിന് ഇതിനുള്ള മരുന്നുകൾ തുടങ്ങുന്നത്. അപ്പൊ അതൊരു വിദഗ്ധ ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റും കൂടെ ആവശ്യമെങ്കിൽ എടുക്കണം. കാലത്ത് ഇത്രയും ഡയാലിസിസ് എല്ലാം കൂടാനുള്ള ഒരു മേജർ കാരണം ഷുഗറാണ്. ഇപ്പൊ നമ്മൾ അത് മരുന്ന് കഴിച്ചിട്ടല്ല കിഡ്നി കേടാവുന്നത്. ഷുഗറിന് മരുന്ന് കഴിക്കാതെ കിഡ്നി പോയി കഴിഞ്ഞാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഒഴിവാക്കാതിരിക്കുക. അപ്പം ചിലപ്പോ നമുക്ക് അറിയത്തുണ്ടാകത്തില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒന്ന് ഷുഗർ നോക്കുക. അപ്പൊ അവര് പറഞ്ഞു തരും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഡോക്ടറെ കാണണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളും ഉപയോഗിക്കുക. അപ്പം ഡയറ്റും എക്സസൈസും അത്ര കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ റിവേഴ്സബിൾ ആയി, അല്ലെങ്കിൽ മരുന്ന് കുറച്ച് വളരെ മിനിമം മരുന്നുകൾ പോയി നമുക്ക് നല്ല ഹാപ്പി ആയി ജീവിക്കാന്നുള്ളതാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് സമാധാനത്തിലിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നമ്മൾ മരുന്ന് എത്ര കൂട്ടിയാലും
എക്സസൈസ് എത്ര ചെയ്താലും നമുക്ക് സ്ട്രെസ് ഫാക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ആവണമെന്നില്ല.